അതിൻ്റെ ആരംഭത്തെക്കുറിച്ച് കൂടി ചില സഹോദരങ്ങളൊക്കെ തെറ്റിദ്ധരിച്ചോലെ നമ്മളെപ്പറ്റി പറയാറുണ്ട് മതപരിവർത്തന ലോബിയെന്നും അല്ലേ, അങ്ങനൊക്കെ ഒരു പേരാ. മറ്റൊന്നുകൂടി ചിലർ പറയാറുണ്ട് പാൽപ്പൊടി കൊടുത്ത് ആളുകളെ മതം മാറ്റി, ഇങ്ങനെ പറയാറുണ്ട്. അതിൽ കുറേ ശരിയുണ്ട്, ഇല്ലെന്നല്ല കേട്ടോ, കുറേ ശരിയുണ്ട്. അതിൽ ഒരു ശരി ഞാൻ നിങ്ങളോട് പറയാം. കേരള ചരിത്രത്തിലെ ആദ്യത്തെ മതപരിവർത്തനം, ആ പദം ഞാൻ തൽക്കാലം ഉപയോഗിക്കുന്നുള്ളൂ, ഞങ്ങളിതൊരു മതമായിട്ടൊന്നും കാണണില്ല, അത് പറഞ്ഞിട്ട് അങ്ങോട്ട് വരാം. കാരണം ഒരു മതത്തിന് വേണ്ട ചേരുവകളൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. നമ്മളൊരു പാക്കറ്റ് എടുത്താൽ അതിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം എഴുതിയിട്ടുണ്ട്, ഇത്ര പെർസെൻറ്റ് ഇത്ര പെർസെൻറ്റ് ഇത്ര പെർസെൻ്റ് ഒക്കെ ഉണ്ടാകണം ആ സാധനത്തിൽ. ഒരു മതത്തിന് വേണ്ട ഒരു ചേരുവയില്ലാത്തൊരു സമൂഹമാണ് ഞങ്ങൾ. പറയാം, മതത്തിന് സ്വന്തം നിലയിൽ ഒന്നോ അതിലധികമോ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉണ്ടാകണം. ഞങ്ങൾക്കൊരു തീർത്ഥാടന കേന്ദ്രം ഇല്ല. ഇപ്പം നിങ്ങൾക്കൊരു സംശയം, യേശു ജനിച്ച ബേതലഹേമോ, യേശു വളർന്ന നസർബത്തോ, യേശു മരിച്ച ക്രൂശിക്കപ്പെട്ട ജെറുസലേമിലെ പ്രസിദ്ധമായ ഗോൽഗോഥ, ഇതൊക്കെ നിങ്ങൾക്ക് തീർത്ഥാടന സ്ഥലങ്ങളല്ലേ? ഏയ് അല്ല. ഈ ചെങ്കൽച്ചൂളയിലെ മണ്ണും യെറുസലേമിലെ മണ്ണും അടുത്തടുത്ത് വച്ചിട്ട് എന്നോട് ചോദിക്കുകയാണ്, ഇതിലേതാണ് കുറേ കൂടെ നല്ല മണ്ണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും ഇത് തന്നെയാണ്, യെറുസലേമിലെ അല്ല. കാരണം 422 യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, അതിശക്തരായ 7ഓളം പ്രബല സാമ്രാട്ടുകളുടെ തേർവാഴ്ച നടന്ന ഇടം, ലക്ഷക്കണക്കിന് സ്ത്രീ പുരുഷന്മാർ, കുഞ്ഞുങ്ങൾ അതിക്രൂരമായി വധിക്കപ്പെട്ട ചരിത്രത്തിലെ ഏറ്റവും ചോര പുതച്ചുറങ്ങുന്ന മണ്ണ്. അതങ്ങനെ വിശുദ്ധ സ്ഥലമാകും? അപ്പം ഞങ്ങൾക്കൊരു വിശുദ്ധ സ്ഥലം ഇല്ല, എല്ലാ സ്ഥലവും ഒരുപോലെ. 2, മതത്തിന് ഒരു നിറം സുപ്രധാനമാണ്. വെള്ളയോ കറുപ്പോ നീലയോ മഞ്ഞയോ അങ്ങനെ എന്തെങ്കിലും. ഞങ്ങൾക്കങ്ങനെ ഒരു നിറത്തോട് പ്രതിപത്തിയില്ല. ഒരു നിറവും മോശമല്ല, ഒരു നിറവും ആ നിറം ഉൾക്കൊള്ളുന്ന കൊടിക്കൂറ സ്വന്തമില്ല. ഇനിയുമുണ്ട് ചില പ്രത്യേകത. മതത്തിന് ഒരു സ്ഥലം പ്രധാനമാണ്, ഒരു കൊടിക്കൂറ, ഒരു നിറം പ്രധാനമാണ്. ഇതുപോലെ വർഷത്തിൽ ഏതെങ്കിലും ഒരു മാസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസമോ ഒക്കെ പുണ്യ ദിവസങ്ങളാണ്. ദിവസത്തിൽ ചില സമയങ്ങളുണ്ട്, ആ സമയം സുപ്രധാനമാണ്. ഞങ്ങളെ സംബന്ധിച്ചോളം 365 ദിവസം ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. രാവും പകലും ഒരുപോലെയാണ്, ഒരു വ്യത്യാസമില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വ്യത്യസ്തമായൊരു സമൂഹത്തെ നിങ്ങൾക്കെങ്ങനെ മതമെന്ന് വിളിക്കാൻ പറ്റും? എങ്കിലും വിളിച്ചോളൂ. കമ്മ്യൂണിക്കേഷൻ അങ്ങനെ വേണം. കാരണം വില്ലേജ് ഓഫീസർ വന്ന് ചോദിക്കുമ്പോൾ മതം ഇല്ലെന്നല്ലല്ലോ പറയുന്നത്, ക്രിസ്ത്യൻ തന്നെ എഴുതുമല്ലേ. അപ്പം പിന്നെ മതം കിടക്കട്ടെ. കേരള ചരിത്രത്തിലെ രേഖാമൂലമുള്ള ഒരു മത പരിവർത്തനം നടക്കുന്നത് 1854 പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി എന്ന സ്ഥലത്താണ്. ആ മല്ലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനുഷ്യൻ ഒരു വയലിൽ, ഇന്നവിടെ ഒരു സർക്കാർ ഹോസ്പിറ്റലുണ്ട്, അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നൊരു വയലിൽ ഒരു കന്നുകാലിക്കൊപ്പം നിലമുഴുതുകൊണ്ടിരിക്കുകയാണ്. കന്നുകാലിയുടെ തോളത്ത് വെച്ച മുഖം മനുഷ്യൻ്റെ ദേഹത്ത് ഇപ്പുറം വെച്ച് നിലമുഴുതു മറിച്ചങ്ങോട്ട് പോകുമ്പോൾ ജോൺ ഹോക്സ്വർത്ത് എന്നറിയപ്പെടുന്നൊരു മിഷണറി അവിടെ വന്നു. അദ്ദേഹം കുറച്ചേരം ഇങ്ങനെ നോക്കി നിന്നു. കാളവണ്ടിയിലാണ് അദ്ദേഹം. കുറേ നേരം നിന്നപ്പോൾ ഏതാണ്ടൊരു ഉച്ച സമയമായപ്പോൾ ഒരു ബഹളം കെട്ടു. നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കലത്തിൽ കുറേ ചൂട് കഞ്ഞിയായിട്ട് വരികയാണ്. കഞ്ഞിയാണെന്ന് പിന്നെ മനസ്സിലാവുന്നേ. ഉടനെ ഈ മനുഷ്യൻ വയലിൽ നിന്ന് കരക്കേറി ഒരു കുഴി അവിടെ എടുത്തിട്ട് വട്ടയില പറിച്ച് അവിടെ വച്ച് പ്ലാവില പറിച്ച് സ്പൂണ് പോലെ ഉണ്ടാക്കി കാത്തിരിക്കുകയാണ്. ഈ കൊണ്ടുവന്ന കാര്യസ്ഥൻ കഞ്ഞി ഒഴിച്ചു കുടിച്ചു, അത് ഈ കഞ്ഞി കഴിച്ചു. എന്നിട്ട് പണിയാൻ ഇറങ്ങാണ്.
അപ്പോഴേക്ക് ഹോക്സ്വർത്ത് അടുത്തെന്ന് ചോദിച്ചു, നിൻ്റെ പേരെന്താ? ഹോക്സ്വർത്തിന് മലയാളം അറിയാം, സായിപ്പാണെങ്കിലും പഠിച്ചു. ഇയാൾ തൻ്റെ പേര് പറഞ്ഞു, തെയ്യത്താൻ. ദൈവത്താൻ എന്നാണ്, പക്ഷെ ആളുകൾക്ക് അന്നത് ഉച്ചരിക്കാൻ അറിയാത്തുണ്ട്. തെയ്യത്താൻ എന്ന് പറയുക. ഞാനൊരിടത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഒരാൾ പറഞ്ഞു, അന്ന് മനുഷ്യരെ കളിയാക്കാൻ യഥാർത്ഥ പേരുണ്ടെങ്കിലും അത് വിളിക്കാതെ തെയ്യത്താനെന്ന് വിളിച്ചാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെയല്ല. അന്നൊരുത്തം കഴിവുള്ളവന് പോലും നല്ല മലയാളം വഴങ്ങൂലായിരുന്നു. സ്റ്റാൻഡേർഡ് മലയാളമൊന്നും വഴങ്ങൂല. തെളിവ്, കുണ്ടറ വിളംബരം നടത്തിയ പ്രമുഖനായ തിരുവിതാംകൂർ ദിവാനെ ഓർമ്മയുണ്ടല്ലോ, ചെമ്പകരാമൻ വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിലെ ഭാഷ ശ്രദ്ധിക്കണം. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ന് പറയാൻ ദളവയുടെ നാവ് വഴങ്ങാതെ വന്നു. അപ്പം ശ്രമിച്ചു നോക്കി ഇംഗ്ലീഷ് കമ്പനി എന്നേലും പറയാൻ. ഇംഗ്ലീഷ് കമ്പനി എന്ന് പറയാൻ ശ്രമിച്ചിട്ടും പറ്റാതെ വന്നപ്പോൾ വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരത്തിലെ ഭാഷ ഇംഗ്ലീഷ് കമ്പനി എന്ന് പറഞ്ഞത് ഇങ്കരിച്ച് കുമ്പഞ്ചി എന്നാണ്. ഇത് നമ്മൾ പറയുന്നതല്ല. 19-ാം നൂറ്റാണ്ടിലെ കേരളം എന്ന പേരിൽ നമ്മുടെ കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കുന്നൊരു പുസ്തകമുണ്ട്, പി ഭാസ്കരൻ ഉണ്ണി എഴുത്തുകാരൻ. അതിൽ പറയുന്നതാണ്. വേണ്ട, അത്രയും വിഷമിക്കേണ്ട, ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ നാളെ കൂടെ ഉണ്ട്, സംശയമുള്ളവരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതായിരുന്നു സ്ഥിതി. ക്ഷമിക്കണം, ഇത് തലസ്ഥാന നരൂടിയാണല്ലോ. നമ്മുടെയൊക്കെ ആധാരത്തിലൊരു ഭാഷ കാണാം, പണ്ടാരപ്പാട്ട വക അല്ലേ? പണ്ടാരപ്പാട്ടം. ഈ പണ്ടാരം എന്ന് പറയുന്ന പണ്ടത്തെ കുറേ സ്ഥലങ്ങൾ സർക്കാർ വകയുണ്ട്. അതിൻ്റെ രാജഭണ്ഡാര വക സ്വത്തെന്നാണ്. അതിൽ ഈ ഭണ്ഡാരം അത് അന്നത്തെ മനുഷ്യന് ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് പാ ആയിട്ട് പണ്ടാരപ്പാട്ടം എന്ന് പറയും. അതൊക്കെ പോട്ടെ. വർഷം 2026 വർഷം ഇത്രയും കഴിഞ്ഞിട്ടും ഈ പായൊന്ന് മാറ്റാൻ ഈ IAS-കാർക്കൊക്കെ എന്താ പണി? പിന്നെ പായൊക്കെ ആക്കി മാറ്റിക്കഴിഞ്ഞാൽ കേസൊന്നും എടുക്കില്ല, കുറേ കൂടെ വൃത്തിയാവും. ശ്രദ്ധിക്കാതെ പോയായിരിക്കും അല്ലേ? നമ്മുടെ ഈ ആധാരത്തിലേക്ക് ഭാഷ കണ്ടാൽ ഭയങ്കര ദയനീയമാണ്. അതൊക്കെ മാറ്റണം, കാലോചിതമാക്കണം. അതുകൊണ്ട് പറഞ്ഞാണ്, പോട്ടെ. അപ്പോൾ ഈ മനുഷ്യനെ വിളിച്ചു. അയാൾ തെയ്യത്താൻ്റെ പേരും പറഞ്ഞു. ആശാനെ ഇത് ചോദിച്ചാൽ, നിനക്കെന്ത് കൂലി കിട്ടും? കൂലിയൊന്നുമില്ല, പിന്നെന്താ കിട്ടുക? ഈ ചൂട് കഞ്ഞി കിട്ടും. വീട്ടിലേക്ക് ഈ നെല്ലിൻ്റെ ഒരു അളവ് ഒരു പാത്രത്തിൽ തരും. ഒരു ഈറ്റപ്പൊളി കൊണ്ടുള്ളൊരു പാത്രമാണ്. അത് വറുക്കണം, അത് കുത്തി കഞ്ഞിയാക്കി കഴിക്കും ഭാര്യയും മക്കളും. മക്കൾ നാളെ എന്ത് ചെയ്യും? അവരും ഈ ജോലിക്ക് വരും. അപ്പം അവർ ഈ ജോലിക്ക് ഇറങ്ങുന്നത് നിനക്ക് സങ്കടമില്ലേ? ഒരു സങ്കടമില്ല. എൻ്റെ യജമാനൻ നല്ല മനുഷ്യനാണ്, തല്ലിയല്ല, ചീത്ത പറയില്ല. അതിനനുസരിച്ച് ഞാൻ യജമാനെ പണിയെടുക്കും. മക്കൾക്കും യജമാനോട് കാര്യമാണ്. എല്ലാ യജമാനന്മാരും തല്ലുമ്പോൾ ഞങ്ങൾക്കൊരു നല്ല യജമാനാണ്, തല്ലത്തൊന്നുമില്ല. പിന്നെ പണിയെടുക്കാൻ എന്താ മടി? ഇയാളുടെ ഈ നിഷ്കളങ്കമായ മറുപടി കേട്ട് ഹോക്സ്വർത്ത് ഈ ഉടമയുടെ വീട്ടിൽ ചെന്നിട്ട് ഇവനെ കൊടുക്കുന്നു. അയ്യോ കൊടുക്കൂല, ഇവൻ വിശ്വസ്തനായ പണിക്കാരനാണ്. ചോദിച്ച് അവസാനം ഇയാളൊരു വലിയ വില പറഞ്ഞു. അങ്ങനെ തെയ്യത്താനെയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും 6 കുടുംബാംഗങ്ങളെയും കൂടെ ഒന്നിച്ചു ചേർത്ത് 8 പേരെ ഹോക്സ്വർത്ത് വിലയ്ക്ക് വാങ്ങി. ഹോക്സ്വർത്ത് അവരെ കൊണ്ടുവന്ന് തൊട്ടടുത്ത് ഒഴുകുന്ന നദിയിൽ സ്നാനപ്പെടുത്തി ക്രിസ്ത്യാനിയാക്കിയില്ല. പക്ഷെ ആ വെള്ളത്തിനടുത്ത് കൊണ്ടുവന്നു. വെള്ളത്തിനടുത്ത് കൊണ്ടുവന്നിട്ട് കാളവണ്ടിയിൽ നിന്ന് നിറമുള്ള സുഗന്ധമുള്ള ഒരു സോപ്പ് എടുത്തു കൊടുത്തു. അയാൾക്ക് ഇതെന്തിനാണെന്നറിയില്ല. വെള്ളത്തിൽ മുങ്ങി വന്ന മനുഷ്യൻ ധരിച്ചിരിക്കുന്ന ഒരു കൂമ്പ് പാളയാണ് നഗ്നത മറയ്ക്കാൻ. അതൊക്കെ കളയാൻ പറഞ്ഞു. അതൊക്കെ വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങി വന്ന് ഈ സോപ്പ് ശരീരമാസകലം തേച്ച് പിടിപ്പിച്ചു. ജീവിതത്തിൽ ആദ്യം ഒരു അടിമ സോപ്പാണ്. പുതിയ സോപ്പ് കൂടെ കൊടുത്തു തുടങ്ങിയത് നിനക്കുള്ളതാണ്. വീട്ടുകാരെല്ലാം കുളിപ്പിച്ചു. കയറി വന്നപ്പോൾ സായിപ്പ് കുറേ വസ്ത്രം കൊടുത്തു. പുള്ളിക്ക് പേടി, ഇത് ഇട്ടുകൊണ്ട് പോലെ ആളുകൾ കല്ലെറിയും, ചെളിവാരി എറിയും, അടിമയാ. ഹോക്സ്വർത്ത് പറഞ്ഞു, ഞാനാ നിന്നെ വിലക്ക് വാങ്ങിയ, നീ എൻ്റെ ഉടമസ്ഥതയിൽപ്പെട്ടാണെങ്കിൽ ആരും നിന്നെ ഒന്നും ചെയ്യില്ല, വരാൻ പറഞ്ഞു.
തിരുവല്ലയിലുള്ള മിഷൻ കാമ്പൗണ്ടിൽ കൊണ്ട് പാർപ്പിച്ചു. ഒറ്റ കൊല്ലം ആ കുടുംബത്തെ പാട്ട് പഠിപ്പിച്ചു, ബൈബിൾ വായിക്കാൻ പഠിപ്പിച്ചു, ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിച്ചു. മക്കളെയൊക്കെ പുലർത്തി, മക്കൾക്കൊക്കെ നല്ല വിദ്യാഭ്യാസം കൊടുത്തു. ഒറ്റ കൊല്ലം കഴിഞ്ഞ് 1854 സെപ്റ്റംബർ മാസം 10-ാം തീയതിയാണ് ഇവർ സ്നാനമേൽക്കുന്നത്. ഒറ്റ കൊല്ലം കഴിഞ്ഞ്. ചുരുക്കി പറഞ്ഞാൽ പിടിച്ചൊരുവനെയും സമ്മർദ്ദം ചെലുത്തി ഞങ്ങളിതിലാക്കില്ല. ആളുകളുടെ തെറ്റിദ്ധാരണയാണ്. ഹല്ലേലൂയ. തീർച്ചയായിട്ടും ഇവർക്ക് നല്ല ആഹാരം കൊടുത്തു. പാൽപ്പൊടി ആയിരിക്കാം, അതിലും കൂടിയ വസ്തുവായിരിക്കാം. നിങ്ങൾ എങ്ങനെ കരുതിയാലും ഇന്നും ഇങ്ങനൊരു ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മടിക്കണ്ട, പാൽപ്പൊടി തരും. അതിന് നിങ്ങൾ ഈ വിശ്വാസമൊന്നും സ്വീകരിച്ച് വരണ്ട. വിശക്കുന്നവർ പറഞ്ഞേക്ക്. അതിനെന്തിനാ ഇങ്ങനെ ഒരു മനുഷ്യത്വമല്ലേ? അതിൻ്റെ പേര് മനുഷ്യത്വം എന്നാണ്. ആ വിശപ്പിന് ജാതിയില്ല, മതമില്ല, വർണ്ണമില്ല, വർഗമില്ല. അങ്ങനെയെങ്കിൽ പാൽപ്പൊടി കഴിക്കേണ്ടി വരുന്നവൻ്റെ ആ ദൈന്യത നിങ്ങൾക്ക് മനസ്സിലാവുമോ? അന്ന് ഇത് കേട്ടിട്ടൊരു മതം തന്നെ കളഞ്ഞിട്ട് മറ്റൊന്ന് സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ അവൻ അനുഭവിച്ച വ്യഥയുടെ ആഴം എന്തെന്ന് പരിശോധിക്കാതെ ഈ പുലമ്പുന്ന വാക്കുകൾക്ക് അർത്ഥമൊന്നുമില്ല. സ്നേഹിത, ഒന്നുകൂടി പറഞ്ഞ് ഞാൻ ആ ചരിത്രം വിട്ടേക്കാം. കോട്ടയം ജില്ലയിൽ വ്യാസം പറഞ്ഞല്ലോ, ഞങ്ങൾ രണ്ടും കോട്ടയംകാരാണ്. CPIയുടെ സ്റ്റേറ്റ് സെക്രട്ടറി, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി കാനൻ രാജേന്ദ്രൻ സഖാവാണ് എൻ്റെ ഒരു അയൽക്കാരൻ. അവരുടെ വീടെടുത്ത ഒരു വാർഡാണ്. അവൾ കോട്ടയത്ത് തിരുനക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തിരുനക്കര മൈതാനം. ഈ തിരുനക്കര മൈതാനം ഒരടിമച്ചന്തയായിരുന്നു. അടിമകൾക്ക് ഏറ്റവും വില കൂടുതൽ കിട്ടുന്ന ചന്ത. മധുരാങ്കൂറിൽ ഞാൻ തിരുവനന്തപുരം ചരിത്രത്തിലേക്ക് ക്രമേണ വരാം, നിങ്ങൾക്കതായിരിക്കുമല്ലോ പ്രിയപ്പെട്ടത്. അപ്പോൾ ഒരടിമയ്ക്ക് 3 രൂപ, അതുപോലെ ചിലയിടത്ത് 7 രൂപ, ചിലയിടത്ത് 3 ഇരട്ടി 21 രൂപ വരെയൊക്കെ വിലയുണ്ട്. അന്ന് 1 സെൻറ്റ് ഭൂമിയുടെ വില 25 പൈസയാണ്. കേരളത്തിൽ നടന്ന ആദ്യത്തെ ആധാരമെന്ന് പറയുന്നത് മൂന്നാറിലാണ്. 3000 ഏക്കർ സ്ഥലം ഒരു സായിപ്പ് മേടിക്കുക. സെൻറ്റ് ഒന്നിന് 4 അണ. 4 അണ എന്ന് പറഞ്ഞാൽ സ്റ്റാൻലിക്ക് അറിയോ എത്ര? ഇല്ലെന്ന് തലവിലുക, പ്രായമൊന്നും ആയിട്ടില്ലെന്ന് കാണിക്കാനാ. മനുഷ്യൻ്റെ ഓരോ അടവ് കണ്ടില്ലേ? നമ്മൾ സ്ഥിരം കാണുന്നുണ്ടെന്ന് പറഞ്ഞു ഏതാ 25 പൈസയാണ് 4 അണ അല്ലേ? അത്രേ ഉള്ളൂ. 1 സെൻറ്റ് ഭൂമിക്ക് 4 അണ വിലയുള്ള കാലത്ത് ഒരടിമയുടെ വില 3 രൂപ. 21 ഉറുപ്പിക വരെ കിട്ടുമായിരുന്നു നല്ല അടിമയാണെങ്കിൽ, ആരോഗ്യത്തിൻ്റെ ഖത്തറാണെങ്കിൽ. അങ്ങനെ ഇരിക്കേ ഒരു സംഭവം, ഒരടിമയെയും അയാളുടെ ഭാര്യയെയും വിലയ്ക്ക് വിൽക്കാൻ പോകുന്ന ആളെ. ഇത് DC പ്രസിദ്ധം ചെയ്യുന്ന പുസ്തകങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എന്നോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം റഫറൻസ് സഹിതം പറയാം. അപ്പോൾ അടിമയെ വിൽക്കുക. പക്ഷെ ഒരു പ്രശ്നം, ഇവർക്ക് 7 വയസ്സുള്ളൊരു മോനും 1.5 വയസ്സുള്ളൊരു മോളും ഉണ്ട്, കുഞ്ഞ. ഇവരെ ആർക്കും വേണ്ട. കാരണം ഇവരെയും കൊണ്ടുപോയാൽ പണിയൊക്കെ നഷ്ടപ്പെടും. എത്ര നാൾ കഴിഞ്ഞ് ഇവരൊന്ന് പച്ച പിടിച്ച് വരുന്നത് പാടാ. ഇവരെ നോക്കി അപ്പനും അമ്മയൊക്കെ സമയം പോവില്ലേ? വേണ്ട. പിന്നെ എന്താ ചെയ്യുന്നേ? അപ്പോൾ ഈ അടിമകൾ അടുത്തടുത്തൊക്കെയുള്ള വീടുകളിൽ, കുടിലുകളിൽ ഇങ്ങനെ പാർക്കുക. സഹോദരങ്ങളെ ഒരു കാര്യം പറയാം, നമ്മളിങ്ങനെയൊക്കെ പാർക്കുന്ന വീടുകളിൽ തൊട്ടടുത്ത വീടുകളും അടുത്തടുത്ത ആളുകളും തമ്മിലെ വാക്കിലേറ്റവും സൗന്ദര്യപ്പിണക്കവും ഒക്കെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കാര്യത്തോടടുക്കുമ്പോൾ അവനാ ഏറ്റവും നല്ലവനെന്ന് നമുക്ക് ബോധ്യം വരും, തൊട്ടടുത്ത് കിടക്കുന്ന ആൾ. അങ്ങനെയല്ലേ? ആ സാഹോദര്യ ബന്ധം നിലനിർത്തുന്നിടത്ത് അക്രമമൊന്നും ഉണ്ടാവില്ല. 2-3 വാക്കുകൾ തീക്ഷ്ണമായി പറഞ്ഞവരെല്ലാം മോശക്കാരൊന്നുമല്ല. അടിമകളും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അതും ഇതൊക്കെ പറയും, ശബ്ദം ഉണ്ടാക്കും, ഒന്നും തള്ളുമൊക്കെ ഉണ്ടാകും. ആരെങ്കിലും വന്ന് പറഞ്ഞാൽ കേൾക്കും, പിന്നെയും ശത്രുക്കളെ പോലെ ഇരിക്കും. പക്ഷേ ആളുകളെല്ലാം ഒരു കഥ അറിഞ്ഞു. തൊട്ടടുത്ത വീട്ടിലെ ആ കുടിലിലെ 2 പേരെ നാളെ വിൽക്കുക. ആ വീട്ടിൽ ഉറക്കമില്ല. അയൽക്കാരെല്ലാം ഓടി വന്നു, നിങ്ങൾ നാളെ പോവല്ലേ? ഞങ്ങൾ അറിഞ്ഞു, ഞങ്ങളൊരാശ്വാസമായിരുന്നു. നിങ്ങൾ പോകാമെന്ന് കാണുമ്പോൾ എന്നേക്കുമായിട്ട് പോവാ. എവിടെ വയ്ക്കുന്നൊരു പിടിയില്ല. 6 വീഴും കരയും പാടവും കഴിഞ്ഞ് ദൂരത്തെവിടെയോ പോവാ. കാണണമെന്നേ നിർബന്ധമില്ലാത്തൊരു സ്ഥലത്തേക്കാണ് പോകുന്നേ.
ഇവർ കുഞ്ഞുങ്ങളെ ചൊല്ലി വിലപിച്ചപ്പോൾ എന്നും വഴക്കുണ്ടാക്കുന്ന അയൽക്കാരൻ പറയാ, മക്കളെ ഞാൻ നോക്കും, ഞങ്ങൾക്കുണ്ട് അതുങ്ങൾക്കുണ്ട്, ധൈര്യമായിട്ട് പോകും. അന്ന് ആ ശബ്ദമുയർത്തി സംസാരിക്കുന്ന മനുഷ്യൻ ഒരു പാവത്താനാന്ന് ആൾക്ക് മനസ്സിലായത്. ഈ നാട്ടിൽ ഒത്തിരി മനുഷ്യരുണ്ടെന്നേ. ചിലപ്പോൾ ഒരു വാക്കിൽ കലഹിക്കുകയോ ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്തവരുണ്ട്. പക്ഷേ അവൻ്റെ ഉള്ളിലെ നന്മ കാണാൻ, ആ മനുഷ്യനെ ഒന്ന് നേരെയാക്കാൻ, അവൻ്റെ ഹൃദയാന്തര ഭാഗത്ത് തുടിക്കുന്ന ആ വെമ്പുന്ന മനസ്സിനെ കാണാൻ കഴിയുന്ന അകക്കണ്ണുകളുടെ ജ്വലനമാണ് നമുക്ക് വേണ്ടല്ലേ. അതില്ലാതെ പുറമേ നോക്കിയാൽ നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒത്തിരി കുടിയന്മാരെ കാണാം, വഷളന്മാരെ കാണാം, ഏറ്റുമുട്ടുന്നവരെ കാണാം, കുഴപ്പം പിടിച്ചവരെ കാണാം. പക്ഷെ അവൻ്റെ ഉള്ളിൽ തിളയ്ക്കുന്ന ഒരു നന്മയുടെ മനസ്സുണ്ട്. അതൊന്ന് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഇടത്താ നമ്മൾ ദൈവമക്കളാകുന്നേ. നമ്മൾ ദൈവമക്കളാകുന്ന അവിടെയാണ്. ഇവിടെ വരുമ്പോഴെല്ലാം മോശം, വെള്ളമടിക്കുന്നവർ, ചീത്ത പറയുന്നവർ, മോശക്കാരെന്ന് പറഞ്ഞ് രാവിളക്കുവോളം അവരെ പരിഹസിച്ചൊതുക്കാൻ എളുപ്പമാണ്. പരിഹാസ ശബ്ദം ഒത്തിരി കേൾക്കാം. ഈ ലോകം എങ്ങനെയാ പരിഹസിക്കാൻ റെഡിയാ. ഞാൻ വിചിത്രമായൊരു വാർത്ത നിങ്ങളും കണ്ട. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് ഇതിലൊരു വാർത്ത വരുന്നു. ഞാൻ തുറന്നു പറയുന്നു, ക്ഷമിക്കണം. അവർ തൻ്റെ 13-14 വയസ്സ് പ്രായമുള്ള മകനോട് തെറ്റായ ബന്ധത്തിൽ ഏർപ്പെട്ടു സ്വന്തം അമ്മ. ആ വാർത്ത ഇങ്ങനെ വന്നു. ആ സ്ത്രീയെ ചങ്ങല ധരിപ്പിച്ച് കേസ് റെഡിയാക്കി കൊണ്ടുപോവാണ്. ഈ അട്ടക്കുളർങ്ങനെ ജയിലിൽ കൊണ്ടിടുക. താഴെ വരുന്ന കമൻറ്റുകളുടെ പ്രളയം ഭയങ്കരമാണ്. എന്തെല്ലാം മ്ലേച്ഛത എഴുതി വെക്കുക. 90 ദിവസം ഇവിടെ കിടുമ്പോഴേക്ക് കുറ്റപത്രം സമർപ്പിക്കണം. പോലീസിനതിന് കഴിയുന്നില്ല. കാരണം പിന്നെ മനസ്സിലാക്കുന്നു, അപ്പനും അമ്മയും പിണങ്ങിക്കഴിഞ്ഞപ്പോഴേ പിണങ്ങി മാറിയ അപ്പൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങി ചെറുക്കം പറഞ്ഞ ഈ സ്ത്രീക്ക് നഷ്ടപ്പെട്ടു പോയ മാനം ആര് കൊടുക്കും? മീഡിയകൾ ആഘോഷിച്ചു, പത്രങ്ങൾ എഴുതി, നിങ്ങളും ഞാനും ഒക്കെ താഴെ കമൻ്റ് ഇട്ട് ആക്ഷേപിച്ചു. ഇതാരാ കൊടുക്കുന്നത്? ഇത്തരം വ്രണിത ഹൃദയർ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈ പഴി പറയാൻ എളുപ്പമാണ്, ദുഷിക്കാൻ എളുപ്പമാണ്, പരിഹസിക്കാൻ എളുപ്പമാണ്. ഇവരെയൊക്കെ ഒന്ന് ഹൃദയംഗമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇടത്താണ് നമ്മുടെ പ്രാർത്ഥനയും ആധ്യാത്മികതയും ഒക്കെ ശക്തിപ്പെടുന്നത്. അവരെ ഉൾക്കൊള്ളണം. അപ്പോൾ ഇത്ര പറഞ്ഞെന്തേ, ഈ കണ്ട 2 കുട്ടികളെ അയൽക്കാരെടുത്തു. രാവിലെ ഇവർക്ക് പോകണം. അമ്മ 7 വയസ്സുകാരന് ഒത്തിരി കഥകൾ പറഞ്ഞു. മറ്റേ കുഞ്ഞിനെ മാറോട് ചേർത്ത് ഉറക്കി. നേരം വെളുത്തു. 7 വയസ്സുകാരൻ അത്യാവശ്യം കാര്യങ്ങളറിയാം. അമ്മ കുഞ്ഞുങ്ങളെ 2നെയും കുളിപ്പിച്ചു. 1.5 വയസ്സുകാരി 5 മണിക്ക് എണീറ്റ് കുളിപ്പിച്ചാലുള്ള സ്ഥിതി വലയിച്ച് അകിടന്ന് കരയുക. എങ്കിലും അമ്മ കുളിപ്പിച്ചു. കാരണം അമ്മയ്ക്കറിയാം ഇത് ഒടുവിലത്തെ കുളിപ്പീരാ, ഇനി കുളിപ്പിക്കാൻ വയ്യ. കുളിച്ചു കഴിഞ്ഞൊരു സുഖം. ആ കുഞ്ഞ് വീണ്ടും ഉറങ്ങി. ഉറങ്ങിയിട്ടും അമ്മ തട്ടി ഉണർത്തി പാല് കൊടുക്കുക. അതിന് പാല് വേണ്ട, ഉറക്കുക. അമ്മയ്ക്ക് വയ്യ, ഇനി പാലൂട്ടേണ്ടി വരില്ല. അവസാനത്തെ പാലൂട്ടൽ ഒടുക്കം ഈ വീട്ടുകാരി കുട്ടിയായിട്ട് പിരിയുന്ന ഇടത്തേക്ക് ചെല്ലുകയാണ്, തിരുനക്കര ചന്തയിൽ. അപ്പം അമ്മയുടെ പ്രാർത്ഥന വന്നാൽ ചെറിയ കുഞ്ഞ് ഉണരുന്നതിന് മുമ്പ് അടുത്ത കര പറ്റണം. പക്ഷെ ആ കുഞ്ഞ് ഉണർന്നു, കരയ. അപ്പോൾ ഈ കുഞ്ഞാങ്ങളെ കയ്യിലേക്ക് മേടിച്ച് അതിനെ ഇങ്ങനെ ആശ്വസിപ്പിക്കുക. 7 വയസ്സുകാരൻ്റെ അവസ്ഥ ഓർത്ത് അതിനോട് പറഞ്ഞിട്ടുണ്ട്, കുഞ്ഞാവെ തല്ലരുത്, വഴക്ക് പറയരുത്. കരഞ്ഞ കുഞ്ഞിൻ്റെ അരികിലേക്ക് അമ്മ നോക്കിയിട്ട് പുതിയ യജമാനോട് പറഞ്ഞു, യജമാനെ ആ കുഞ്ഞിനെ അടിയനൊന്ന് തൊട്ടോട്ടെ, ആ വലിയ കുഞ്ഞിൻ്റെ തലയിലൊന്ന് കൈവച്ചോട്ടെ, അനുവദിക്കണം. നേരമൊന്നുമില്ല അതിന്, പെട്ടെന്ന് പോകാൻ നോക്ക്. ആ സ്ത്രീ തലയിൽ കൈവച്ച് കരഞ്ഞ്. ഇന്ന് നമ്മൾ കോട്ടയം എന്ന് വിളിക്കുന്ന തെരുവീതിയിലൂടെ പോവുക. ഇത്തരം എത്രയെത്ര നിഷ്കളങ്കരുടെ കണ്ണീര് പ്രതികാരത്തിനായി ഈ രാജ്യത്ത് നിലവിളിച്ചപ്പോൾ അതിനെ പ്രാർത്ഥിച്ച് ശമിപ്പിച്ച ശക്തിയുടെ പേരാ പെന്തക്കോസ്ത്. ഈ നാടിനെ ഗ്രഹിച്ചിരിക്കുന്ന എത്രയെത്ര ശാപമുണ്ട്, ചോരച്ചൊരിച്ചിലിൻ്റെ, ഏറ്റുമുട്ടലിൻ്റെ, അക്രമത്തിൻ്റെ.
ഈ രാഷ്ട്രത്തെ, ഈ പ്രദേശങ്ങളിൽ എത്രയെത്ര നിരപരാധികളുടെ രക്തം ന്യായവിധിക്ക് വേണ്ടി തുടിക്കുമ്പോൾ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്കൊരു ശിക്ഷാവിധിയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ ശിക്ഷ റദ്ദ് ചെയ്ത് അവനെ മനുഷ്യനാക്കുന്ന ഉജ്ജ്വലമായ പ്രവൃത്തിയാണ് സുവിശേഷത്തിൻ്റെ വാഗ്ദത്തം. വീണ്ടും പറയാം, ഇതുവഴി അവിചാരിതമായിട്ട് ഒരു മിഷണറി വന്നു. പേര് നമുക്കെല്ലാം അറിയാവുന്ന ആദരനായ ദിവദാസന ഹെൻറി ബേക്കർ ജൂനിയർ. ഈ കരച്ചിലൊക്കെ ഇട്ടപ്പോൾ അദ്ദേഹം കാര്യം തിരക്കി, കാര്യമൊക്കെ കേട്ടു. അദ്ദേഹം പുതിയ യജമാനോട് ചോദിച്ചു, ഈ രണ്ടുപേരെ എനിക്ക് തരുമോ? അയ്യോ, അത് പറ്റില്ല. വില കയറ്റി വെച്ചപ്പോൾ കൊടുക്കാവുന്നതായി. ആ രണ്ടുപേരെയും വാങ്ങി. ഈ കുഞ്ഞുങ്ങളെ കൂടെ ചേർത്ത് കോട്ടയം വള്ളത്തുള്ള മിഷൻ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അവരെ അവിടെ പാർപ്പിച്ച് കുഞ്ഞുങ്ങൾക്ക് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകി അവരെ കരുത്തരാക്കി മാറ്റി. അപ്പനെ അമ്മയും സഹായിച്ച് ഈ ബൈബിള് ചുമക്കാൻ പിൽക്കാലത്ത് അവർ ഇറങ്ങിയെങ്കിൽ നിങ്ങളിതിന് മതപരിവർത്തനമെന്ന് പേരിട്ടാൽ അതിൻ്റെ മറുവശത്തൊരു മാനവികതയുടെ ശബ്ദമുണ്ട്. അതിൻ്റെ അപ്പുറത്ത് മനുഷ്യത്വം എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മതമാകട്ടെ രാഷ്ട്രീയമാകട്ടെ, അവിടെ മനുഷ്യത്വം നശിക്കുന്നിടത്ത് അതിന് മാപ്പില്ല സ്നേഹിത. ആ മനുഷ്യത്വം ഇല്ലാത്ത ഒരു ആശയത്തിനും നിലനിൽക്കാനാവില്ല. മതമാകട്ടെ, വിശ്വാസമാകട്ടെ, രാഷ്ട്രീയമാകട്ടെ, അത് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നില്ല എങ്കിൽ ജനമതിനെ പുച്ഛിച്ചു തള്ളും. ആ പുച്ഛിച്ചു തള്ളുന്ന അവസ്ഥകളെ സമരം ചെയ്തോ അക്രമം ചെയ്തോ അടികൊടുത്തോ പുനഃസ്ഥാപിക്കാമെന്ന് ധരിക്കരുത്. ഹൃദയത്തിൽ സ്ഥാനമില്ലാത്ത എന്തുകൊണ്ട് ഇതൊക്കെ തെറിച്ച് ദൂരപ്പോയി എന്ന് സ്വയപരിശോധനയ്ക്കാണ് ഈ കാലഘട്ടം തയ്യാറാകേണ്ടത്. ഇങ്ങനെയുള്ള ഒത്തിരി ചരിത്രങ്ങളുണ്ട്, ഒത്തിരി വസ്തുതകളുണ്ട്. ഞാൻ നാളെയും ഉണ്ടല്ലോ ക്രമാനുഗതമായി ചിലത് പറയാം. ഇന്ന് ഒരു വസ്തുത കൂടി വചനത്തിൽ നിന്ന് പറയാം. ഇവിടെ വായിച്ച വചനത്തിൽ നമ്മൾ കണ്ടത് ഡേ ഓഫ് പെൻറ്റക്കോസ്റ്റ്. ഇതൊരു ദിവസത്തിൻ്റെ പേരാണ്. ഇസ്രായേൽ ആചരിച്ചു പോരുന്ന